ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാനില എങ്ങനെ പരാഗണം ചെയ്യാൻ കേട്ടോ. ഇതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പരാഗണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായ ബീൻസുകളാണ്. വാനില സ്വയമേ പരാഗണം ചെയ്യില്ല, ഒരു ബീൻസ് പോലും നമുക്ക് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം പരാഗണം ചെയ്ത് കൊടുത്താൽ മാത്രമേ ബീൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബീൻസ് ഉണ്ടാകും. നമ്മുടെ വാനില നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. കുറേ നമ്മൾ പരാഗണം ചെയ്ത് കൊടുത്തായിരുന്നു നേരത്തെ, അങ്ങനെ കുറേ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് പരാഗണം ചെയ്യാനുണ്ട് നമുക്ക്. ഇതിപ്പോൾ 2 വർഷമായി നട്ടിട്ട്, ഇപ്പം നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് പരാഗണം ചെയ്യാനായിട്ട്. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് പരാഗണം ചെയ്യാനായിട്ട് പറ്റും. ഈ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കുന്നതൊക്കെ പരാഗണം ചെയ്തിട്ട് പിടിച്ച കായകളാണ്. അതുപോലെ പൊഴിഞ്ഞു പോയതൊക്കെ പരാഗണം നടക്കാത്തതും അതുപോലെ തന്നെ ചെയ്തിട്ട് ഫീലായി പോയതൊക്കെയാണ് പൂക്കൾ പൊഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതൊക്കെ. വാനില പൂക്കളുണ്ടാകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്കാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പരാഗണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വാനില നിറയെ പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ കായ്ക്കാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നമ്മുടെ വാനിലേക്ക് ഡിസംബർ മാസത്തിൽ ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടാണ് ഇതുപോലെ ഇപ്പോൾ നിറയെ പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടാക്കാം. അപ്പോൾ അതുകൂടെ കയറി കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പരാഗണം ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ ആദ്യമായിട്ടൊരു ഈർക്കിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ സൂചി പോലെ ആക്കിയെടുക്കണം. നോർമൽ ഷേപ്പിലേക്ക്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് പൂവുണ്ടല്ലോ, പൂവിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു രീതി പിടിക്കണം. പയ്യെ പിടിക്കാവുള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഇതള ഇങ്ങോട്ട് മടക്കി വെക്കണം ചെറുതായിട്ട്. എന്നിട്ടില്ലേ മടക്കിയല്ല, വളച്ചിങ്ങനെ ചെറുതായിട്ട് പിടിച്ചാൽ കേട്ടോ. ഒരുപാട് വലത്തി പിടിക്കണ്ട, പയ്യെ അതുപോലെ പിടിച്ചിട്ട്. എന്നിട്ട് ഇതുണ്ട് അടപ്പ് കണ്ടോ, ചെറിയ അടപ്പ് ഒരു ഭാഗമുണ്ട് കണ്ടോ. അതങ്ങനെ ഉയർത്താൻ പറ്റും നമുക്ക്. അപ്പോൾ കുറച്ചൊരു വ്യക്തമായിട്ട് കാണാം അല്ലേ. ഇല്ലെങ്കിൽ പൊക്കാൻ വരുന്നൊരു അടപ്പുണ്ട് കണ്ടോ. അതിങ്ങനെ പൊക്കുമ്പോൾ ഒരു അറ തുറന്ന് വരും കണ്ടോ. എന്നിട്ട് ആ അറയിലേക്ക് ഇതുകൊണ്ടിട്ട് തുമ്പിക്ക് പോലിരിക്കുന്ന സാധനമുണ്ട്. ഞാനിപ്പോൾ ഈ തള്ളവരലോണ്ട് തൊട്ടിരിക്കുന്ന സ്ഥലം, അത് പിടിച്ചിട്ട് അറയിലേക്ക് മുട്ടിക്കുക ചെയ്യുന്നത്. നമ്മൾ അടപ്പ് തുറന്നെങ്കിൽ മാത്രമാണ് ആ അറ തുറന്ന് വരത്തുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. ഇതുപോലെ അടപ്പിങ്ങനെ തുറക്കുക, തുമ്പിക്ക് പോലിരിക്കുന്ന നീണ്ടിരിക്കുന്ന സ്ഥലം അതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് മുട്ടിച്ച് നോക്കുക. അറയിലേക്ക് മുട്ടിച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് മുട്ടിച്ചാൽ മാത്രം മതി. ഒരുപാട് നേരമൊന്നും മുട്ടിക്കണ്ട, അപ്പോഴത്തേക്ക് പോകുമ്പോഴേ അങ്ങോട്ട് ആയിക്കോളും. കുറച്ച് പൂക്കൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും മനസ്സിലാവും. രണ്ടതുപോലെ അടപ്പ് തുറക്കുക. തുമ്പിക്ക് പോലെ ഒരുമാതിരി മഞ്ഞ കളറി അതിൻ്റെ അറ്റായിരിക്കുന്നുണ്ടോ, അത് എടുത്ത് ആ അറയിലേക്ക് മുട്ടിക്കുക. അത്രയും കേസുള്ളൂ അല്ലേ. ആ പൂവിൻ്റെ ഇതൾ നമുക്ക് ഇതുപോലെയാണ് മാറ്റേണ്ടത്. ഇപ്പോഴത്തേക്കും ചെറുതായിട്ട് കീറുകയൊക്കെ ചെയ്യും, പക്ഷേ കുഴപ്പമില്ല. ഞാനിത് കുറച്ച് പൂക്കൾ കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളിത് പരാഗണം ചെയ്ത് പഠിച്ചിരിക്കും, ഉറപ്പാണ്. രാവിലെ റബ്ബർ ഇട്ടിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ കയ്യിലേക്ക് ഒട്ടുപോലെ ഇരിപ്പുണ്ട്. ഇതുപോലെ അടപ്പ് തുറക്കുക. ഉണ്ടാറാണ്ടോ തുമ്പൊക്കെ എടുത്തിട്ട് മുട്ടിച്ചെടുക്കുക. ഈ അടപ്പ് തുറക്കാൻ മാത്രം മറക്കരുത്. അടപ്പ് തുറക്കാതെ പരാഗണം ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കത്തില്ല. ഈ അടപ്പിൻ്റെ അകത്തൊരു ജെല്ലി ഉണ്ട്, ആ ജെല്ലിയിലേക്ക് നമ്മൾ ഈ പരാഗണരേണുക്കൾ കുറ്റിപ്പിടിച്ചത്. അങ്ങനെയാണ് ഇത് പരാഗണം നടക്കുന്നത് കേട്ടോ. പൂമ്പടി അവിടെ നിന്ന് പോകത്തില്ല, അത് ഒട്ടിപ്പിടിച്ചപ്പോൾ തന്നെ പോകത്തില്ല. ഒരു പശപോലെ സാധനമാണ്, അതിലേക്ക് അത് ഒട്ടിയിരുന്നുള്ളൂ. ഇത് നമ്മൾ മുരിങ്ങ മരത്തൊക്കെ ഇട്ടിരിക്കുന്ന വാനില കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പറയാൻ മറന്നുപോയി. പരാഗണം ചെയ്യുമ്പോഴത്തേക്കും രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് മുമ്പായിട്ട് ചെയ്യുക.
കേട്ടോ. ഉച്ച കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കത്തില്ല. വാനിലയുടെ കൂടെ തന്നെ നമ്മുടെ കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കാപ്പിയും പൂക്കുന്ന സമയമാണല്ലോ. ഇതുപോലെ സെക്കൻഡുകൾ മാത്രം മതി നമുക്ക് പാരായണം ചെയ്യാനായിട്ട്. ഇതിലായ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പൂ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കൊടുത്താൽ മതി. ഈ വാനില പാരായണം ചെയ്യുന്നത് ഹമ്മിങ് എന്ന് പറഞ്ഞ പക്ഷിയാണ്. നമ്മുടെ നാട്ടിലെ പക്ഷി ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പാരായണം ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഒരു കാവലും പിടിക്കത്തില്ല കേട്ടോ. താറാൻ കോഴിയൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ വല കെട്ടി അതിനകത്തിരിക്കണം. അതിൻ്റെ അകത്ത് തന്നെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്.